ഒരു ലഹരിക്കും അവളുടെ ചുണ്ടുകളേക്കാൾ വീര്യമില്ലായിരിക്കാമെന്ന് പോലും തോന്നി. ഞാൻ വേറെ ഏതോ ലോകത്തെത്തിയതുപോലെ അവളുടെ അതിരങ്ങളെ സ്വതന്ത്രമാക്കാൻ മനസ്സുവരാതെ എത്ര നേരമെന്നില്ലാതെ ആഴത്തിൽ ചുംബിച്ചു. അവൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ മനസ്സില്ലാഞ്ഞിട്ട് പോലും ഞാൻ പതിയെ അവളുടെ അതിരങ്ങളെ സ്വതന്ത്രമാക്കി അതുവരെ പിടിച്ചു വെച്ച ശ്വാസം അയച്ചു വിട്ടു. ഞങ്ങൾ രണ്ടുപേരും നിർത്താതെ ശ്വാസം വിട്ടുകൊണ്ട് അതുവരെ പിടിച്ചു വെച്ച ശ്വാസം തിരിച്ചു പിടിച്ചു. പിന്നെ അവളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും കാണാത്തതുകൊണ്ട് ഞാൻ അവളെ നോക്കിയപ്പോൾ അവൾ ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു. അവളുടെ ചുണ്ടുകൾ കൂടുതൽ ചുവന്നിട്ടുണ്ട്. അവളുടെ ചോരച്ചുണ്ടുകളിൽ എൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയതുകൊണ്ട് ചെറുതായി മുറിഞ്ഞ് ചോര പൊടിഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് നൊന്നെങ്കിലും നേരത്തേനേക്കാൾ ചുവന്ന് തുടുത്തിരിക്കുന്ന അവളുടെ അതിരങ്ങൾ കണ്ടപ്പോൾ ഒരിക്കൽ കൂടി ആ ചുണ്ടിലെ മധുനുകരാൻ തോന്നിയെങ്കിലും ഇനി ഒരു അറ്റാക്ക് കൂടി താങ്ങാനുള്ള കേൾപ്പ് എൻ്റെ പെണ്ണിനുണ്ടാവില്ലെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ നോട്ടം തെറ്റിച്ചു. അവൾ ഇപ്പോഴും അനങ്ങാതെ അതേ നൃത്തമാണ്. ഐറ ഐറ, പെണ്ണിന്റെ കാറ്റ് പോയോ എന്നറിയാൻ വേണ്ടി ഞാൻ അവളെ കുലുക്കി വിളിച്ചു. അവൾ സ്വപ്നത്തിൽ നിന്നുണർന്ന പോലെ ഏതോ ഹാലിൽ മൂളിയിട്ട് ചുറ്റിലും ഒന്ന് നോക്കിയിട്ട് തലകുടഞ്ഞു. പെണ്ണിന്റെ കിളി പോയെന്നാ തോന്നുന്നു. വിരലുകൾ കൊണ്ട് അവളുടെ ചുണ്ട് തൊട്ട് നോക്കി എരിവ് വലിച്ചിട്ട് അവൾ എന്നെ രൂക്ഷമായി നോക്കി. അതിന് ഞാനൊന്ന് സൈറ്റ് അടിച്ച് കാണിച്ചപ്പോൾ അവൾ കണ്ണ് കൂർപ്പിച്ച് നോക്കി. എൻ്റെ ഒരു തെറ്റുമില്ല, നീയാ എന്നെ ദേഷ്യം പിടിപ്പിച്ചത്. കൈ മലർത്തിക്കൊണ്ട് ഞാൻ കൂളായി പറഞ്ഞപ്പോൾ അവൾ പല്ലുകടിച്ച് എന്നെ നൊഴിഞ്ഞു നോക്കിയിട്ട് എന്നെ നെഞ്ചിൽ പിടിച്ച് തള്ളിയിട്ട് ഓടിപ്പോയി. പിറകിലേക്ക് വേച്ചുപോയി ഞാൻ തറയിൽ അമർത്തി ചവിട്ടി ബാലൻസ് ചെയ്ത് എന്നെ നെഞ്ചിലേക്ക് കൈവച്ച് അവൾ പോയ ഭാഗത്തേക്ക് നോക്കി. ഐറ ഐറ എന്ന് മൊഴിഞ്ഞുകൊണ്ട് ഒരു ചെറു ചിരിയോടെ ഞാൻ എൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് നിന്നു. പെണ്ണെന്തായാലും പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ കാറിന്റെ കീയും കറക്കിക്കൊണ്ട് പാർക്കിങ്ങിലേക്ക് പോയപ്പോൾ അവിടെ പെണ്ണ് കവിളം വീർപ്പിച്ച കൈ രണ്ടും മാറിൽ കെട്ടിയിട്ട് നിന്നിട്ടുണ്ട്. എന്നെ കണ്ടപ്പോൾ മുഖം കൂട്ടിയിട്ട് എന്ന് പറഞ്ഞ് അവൾ മുഖം തിരിച്ചു വെച്ചു. കൊച്ചുകുട്ടികൾ പിണങ്ങി നിൽക്കുന്ന പോലെയുള്ള അവളുടെ നിൽപ്പും ഭാവം കണ്ട് എനിക്ക് ശരിക്കും ചിരി വന്നു. ഞാൻ കാർ അൺലോക്ക് ചെയ്തപ്പോൾ തന്നെ അവൾ കോ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്ന് അകത്ത് കയറി ഡോർ ഉച്ചത്തിൽ വലിച്ചടച്ച ശബ്ദം കേട്ടപ്പോൾ എൻ്റെ കരണം പുകച്ച ഫീലായിരുന്നു. മിക്കവാറും അവൾ അതിനെയായിരിക്കും ഉദ്ദേശിച്ചത്. ഞാനൊന്നും അറിയാത്ത മാതിരി ചൂളം വിളിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാറ് സ്റ്റാർട്ട് ചെയ്തു. അവൾ ഇപ്പോഴും കൈ രണ്ടും മാറിൽ കെട്ടിയിട്ട് വിൻഡോ സൈഡിൽ മുഖം തിരിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഡ്രൈവിംഗിലാണെങ്കിലും ഇടയ്ക്കൊക്കെ അവളുടെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഇടയ്ക്കിടെ ചുണ്ട് തുടക്കുകയും എന്തൊക്കെയോ പിറുവിറുക്കുകയോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാഗിൽ നിന്ന് ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടിൽ തേക്കുന്നുണ്ട്. മിക്കവാറും ഞാൻ കിസ് ചെയ്തതിൻ്റെ അടയാളം അവരാരും കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞാനൊരു തരം കള്ളച്ചിരിയോടെ അവളെ നോക്കി. ഞാൻ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ എനിക്കൊരു തുറിച്ച് നോട്ടം തന്ന് കവിളും വീർപ്പിച്ച് മുഖം തിരിച്ചിരുന്നു. ഫ്ലാറ്റിലെത്തിയപ്പോൾ അവൾ എന്നെ തിരിഞ്ഞു പോലും നോക്കാതെ ഒരു പോക്കായിരുന്നു. അവൾ ഞാനെത്തുന്നതിന് മുമ്പ് തന്നെ ഓടിപ്പോയി ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിന്റെ ഡോർ ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ ലിഫ്റ്റിലേക്ക് ഓടിക്കയറി. അവൾ നിരാശയോടെ ഫ്ലോറിലേക്ക് ആഞ്ഞു ചവിട്ടിയപ്പോൾ ഞാൻ അവളെ നോക്കി തലയാട്ടി ചിരിച്ചു. അപ്പോൾ തന്നെ അവൾ ലിഫ്റ്റിന്റെ ഒരു മൂലയിൽ പോയി ഒട്ടി നിന്നു. അവൾക്ക് എന്നെ തീരെ വിശ്വാസമില്ലാണ്ടായിന്ന് തോന്നുന്നു. ഞങ്ങൾ ഇറങ്ങേണ്ട ഫ്ലോർ എത്തിയതും ഞാൻ ഇറങ്ങാനൊരുങ്ങുമ്പോൾ അവൾ എന്നെ തള്ളിയിട്ട് ഓടിപ്പോയി. അവളുടെ ഈ കളിയൊക്കെ കണ്ട് എനിക്ക് ചിരി വരിക. ഒരു കിസ് കൊടുത്ത പെണ്ണിന്റെ കളി ഇങ്ങനെ. അപ്പൊ ഞാൻ അറിഞ്ഞോണ്ടെന്ന് പെരുമാറിയ പിന്നെ പെണ്ണ് ഈ രാജ്യം തന്നെ വിട്ടു പോവല്ലോ. അവരൊക്കെ നേരത്തെ എത്തിയോണ്ട് ഡോർ അകത്തുനിന്ന് ലോക്കഡാണ്. അതുകൊണ്ട് കോളിംഗ് ബെല്ലടിച്ച് പുറത്തുനിന്ന് ഡോർ ഇറക്കുന്നു കാത്തിരിക്കായിരുന്നു. ഐറയെ നോക്കി. എന്നെക്കാളും മുന്നേ ഓടിയിട്ട് എന്തായി എന്ന് ചോദിച്ചപ്പോൾ അവളൊന്നും മിണ്ടാതെ മുഖം തിരിച്ചു. അപ്പോഴേക്കും ഡോർ ഓപ്പണായി. നിന്റെ ഈ മുഖം തിരിച്ചുള്ള കളിക്ക് അവസാനം കുറിച്ചില്ലേ, ശരിയാവില്ലല്ലോ മോളെ എന്ന് മനസ്സിൽ മൊഴിഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി. അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അച്ചു വിശന്നിട്ട് കുടല് കഴിയാൻ തുടങ്ങി. നിങ്ങളൊന്ന് പെട്ടെന്ന് കൈ കഴിയൊന്നേ എന്ന് പറഞ്ഞ് തിരക്കൂട്ടാൻ തുടങ്ങി. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ. ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ ഡയലോഗ് അടിച്ചു കേട്ട് എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കി അന്തം വിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടും ഇടം കണ്ടിട്ട് പരസ്പരം നോക്കി. അതെന്താ, നിങ്ങൾ കഴിച്ചിട്ടാണോ വന്ന്? റൈസി, ഇവള് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് ഞാൻ ശരിക്കും കഴിച്ചു എന്ന് ഐറയുടെ ഭാഗത്ത് തല ചരിച്ച് തള്ളവിരൽ കൊണ്ട് ചുണ്ടിലേക്ക് തലോടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൾ കണ്ണുമേഴിച്ച് എന്നെ നോക്കി. ഞാൻ അവൾക്ക് സൈറ്റ് അടിച്ച് കാണിച്ചിട്ട് നിങ്ങൾ കഴിച്ചോളൂ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. അപ്പൊ പിന്നിൽ നിന്ന് ഐറയോട് അതെന്താ ഇവ മാത്രം ഒറ്റ കഴിച്ച്, നീ എന്താ കഴിക്കാത്ത എന്നൊക്കെ ലാമി ചോദിക്കുന്ന കേട്ട് ചിരിച്ചോണ്ട് ഞാൻ അകത്തേക്ക് പോയി. ഐറ ലാമിയുടെ ചോദ്യം കേട്ട് ഞാൻ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു നിന്നു. കള്ളപ്പന്നി, എന്നെ കുടിക്കാൻ നൈസായിട്ട് മുങ്ങിയാണ്ടില്ലേ. അത് ഞാൻ ഇന്ന് വാപ്പച്ചി പറഞ്ഞ ആളെ മീറ്റ് ചെയ്യാൻ പോയിരുന്നു. ആ സമയത്തായിരിക്കും അവൻ കഴിച്ചത്. അപ്പൊ പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അവൻ അറിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു ഒപ്പിച്ചപ്പോൾ ആ കോപ്പന ടവലും ക്ലോത്തൊക്കെ ആയിട്ട് ഡോർ തുറന്ന് വരുന്നു. എന്നെ ഇവിടെ പെടുത്തിയിട്ട് നീരാടാൻ പോകുന്ന കണ്ടില്ലേ, കൊള്ള ഹിമാറ്.
ഞാൻ അവറ്റോട് പറഞ്ഞു കേട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു പോകുന്നതിനിടയിൽ എന്നെ നോക്കി നീ ആള് കൊള്ളാലോടി എന്ന് എനിക്ക് മാത്രം കേൾക്കാൻ മാത്രം പറഞ്ഞിട്ട് പോയി. അവൻ എന്താ എന്നോട് പറഞ്ഞു? അവൻ എന്നോട് മിണ്ടിയത് ആർക്കണ്ടില്ലേനും എന്റെ ഭാവി അമ്മായിക്കോപ്പ് കണ്ടിട്ടെന്ന് അവളുടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി. അത് എന്നോട് ഫുഡ് കഴിച്ചില്ലേ കഴിച്ചോളൂ എന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഓരിയിട്ടു. അപ്പോൾ ഞാൻ അവരെ നോക്കി വിളറിയൊരു ചിരിവാസാക്കി. അപ്പോൾ ലാമീനെ സൂക്ഷിച്ച് നോക്കുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവളുടെ നോട്ട് എന്റെ ചുണ്ടിലേക്കാണെന്ന് മനസ്സിലായത്. നിങ്ങൾ കഴിച്ചോ, ഞാനും ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് വേഗം അവിടുന്ന് മുങ്ങി. ഞാൻ വാതിലടച്ച് നേരെ കണ്ണാടിക്ക് മുന്നിലേക്ക് ഓടിപ്പോയിട്ട് എന്റെ ചുണ്ടിലേക്ക് സൂക്ഷിച്ച് നോക്കി. ചുണ്ടിന്റെ ഒരു സൈഡിൽ ചെറുതായിട്ട് മുറിഞ്ഞ പോലെയുണ്ട്. ആ കൊരങ്ങന്റെ പല്ലുകൊണ്ടിട്ട് മുറിഞ്ഞതാണ്. റബ്ബേ, ഇതവർ ശ്രദ്ധിക്കാതെ നന്നായി. അവന്റെ പ്രഹരം കാരണം എന്റെ ചുണ്ടിന് കാര്യമായ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ തള്ളിയിട്ട് പാർക്കിങ്ങിലേക്ക് ഓടിപ്പോയിട്ട് എന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് ടിഷ്യൂ എടുത്ത് നല്ലവണ്ണം തുടച്ചിട്ട് അവനെ പ്രാക്കിക്കൊണ്ട് ലിപ്സ്റ്റിക്കൊക്കെ വാരി തേച്ചതാണ്. എന്നിട്ട് എനിക്ക് സമാധാനം തോന്നായിട്ട് കാറിൽ വെച്ച് കുറച്ച് ലിപ്സ്റ്റിക്ക് വരച്ചതാണ്. എന്നിട്ട് പോലും ആ ലാമിക്കോപ്പ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മാതിരി സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു അവൾ. ഇനി ഈ ചുണ്ടും വെച്ച് ഞാൻ എങ്ങനെയാ അവളുടെയൊക്കെ മുന്നിൽ പോകുന്നത്? വീട്ടിൽ ലിപ്സ്റ്റിക്ക് ഇട്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഹോ, ഇതിനൊക്കെ കാരക്കാരായ കള്ളപ്പാക്കരനെ വെട്ടി നോക്കി പട്ടിക്കിട്ട് കൊടുക്കണം. നേരത്തെ അവന്റെ കയ്യിൽ നല്ല സ്ട്രോങ്ങിലൊരു അടിയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ച് അവനെന്നെ പിടിച്ച് കിസ് ചെയ്യപ്പോ ഞാൻ കണ്ണുമിടത്തി പകച്ച് നിന്നുപോയി. അവന്റെ ദേഷ്യം മൊത്തം എന്റെ ചുണ്ടിനോട് തീർക്കുമ്പോൾ എനിക്ക് വേദന തോന്നിയതും ഞാൻ എന്റെ ചുണ്ടുകൾ പിൻവലിക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും അത് മുൻകൂട്ടി കണ്ട അവൻ എന്റെ ചുണ്ടുകളെ അവന്റെ ചുണ്ടുകൊണ്ട് കൂടുതൽ വലിച്ചു നുണയാൻ തുടങ്ങിയപ്പോൾ എന്റെ ശരീരത്തിലൂടെ തരിപ്പ് പാസ്സായതാണ്. അവനെ എതിർക്കണമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും എന്റെ കൈയൊന്നും അനങ്ങുന്ന പോലും ഇല്ലായിരുന്നു. എന്റെ ശരീരം മൊത്തം മരവിച്ചതുപോലെ തോന്നി. ഒന്നനങ്ങാൻ പോലും പറ്റാതെ ഞാൻ അതേ നൃത്തം തുടർന്നു. പതിയെ പതിയെ അവന്റെ ചുംബനത്തിൽ മൃദുത്വം കൈവരിക്കാൻ തുടങ്ങിയതും അവന്റെ ദേഷ്യം കെട്ടടങ്ങി തുടങ്ങിയെന്ന് മനസ്സിലായി. അപ്പോഴും അവനെ തള്ളി മാറ്റിയിട്ട് അവിടുന്ന് ഓടിപ്പോയി എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ആസ്വദിച്ചുകൊണ്ട് എന്റെ ചുണ്ടുകളിലെ തേന്നുകിരുമ്പോൾ എന്റെ വയറിന്റെ ഉള്ളിലൂടെ ബട്ടർഫ്ലൈ പറക്കുന്ന പോലൊരു ഫീൽ വന്നപ്പോൾ എന്റെ ഉള്ളവും അവന്റെ ചുംബനത്തിൽ ലയിക്കാൻ കൊതിച്ചിരുന്നു എന്നുവരെ എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഞാൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ലെന്നായിരുന്നു എന്റെ ചിന്ത മുഴുവനും. അവനെന്നെ കുലുക്കി വിളിച്ചപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. ഉഫ്, എനിക്ക് ആ സംഭവം ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോഴും എന്റെ കൈയും കാലൊക്കെ വറക്കുന്നുണ്ട്. എനിക്ക് അവനെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടെ എന്റെ മുഖം തിരിച്ചു വെക്കുന്നത്. നീ ഇതുവരെ ഫ്രഷ് ആയില്ലേ? ലാമിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ഞാൻ ഇപ്പോഴും കണ്ണാടി കുമ്പിലാണെന്ന ബോധം വന്ന്. അത് ഞാൻ ഇപ്പൊ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് പരിങ്ങി കളിച്ചുകൊണ്ട് തോർത്തും ഡ്രസ്സൊക്കെ എടുത്ത് പോവാൻ നേരം ലാമി എന്നെ പിടിച്ചു വെച്ചു. നീ എന്തെങ്ങനെ പരിങ്ങി കളിക്കുന്നത്? വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്ന നിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നെ വിടാൻ നോക്കിക്കൊണ്ട് ലാമി ചോദിച്ചപ്പോൾ ഞാൻ എന്ത് മിസ്റ്റേക്ക്? അത് എനിക്കെങ്ങനെ അറിയാനാ? അല്ല, നിന്റെ ചുണ്ടിൽ എന്ത് പറ്റിയതാ? രാവിലെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നേരെ ഉണ്ടായിരുന്നാണല്ലോ. എന്ത് പറ്റിയെന്ന്? എന്റെ ചുണ്ടിലൊന്നും പറ്റിയിട്ടില്ല. മോളെ ആയിറ, നീ ആയിട്ട് പറയുന്നോ അതോ ഞാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി പറയിക്കണോ? വേണ്ട, ഞാൻ പറയാം. പക്ഷെ അതിനുമുമ്പ് ഞാനൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി. ഞാൻ കുളിച്ചു വരുമ്പോൾ രാമിയുടെ കൂടെ ഷാദിയും ഉണ്ടായിരുന്നു. രണ്ടും കൂടി എന്നെ കാത്തിക്കുന്നതാണെന്ന് മനസ്സിലായി. എന്നെ കണ്ടപാടെ രണ്ടും കൂടി ബെഡിലെത്തിയിട്ട് വള്ളി വിളി തെറ്റാതെ എന്നെ കൊണ്ട് എല്ലാം പറയിപ്പിച്ചു. ഞാൻ മുഴുവൻ പറഞ്ഞിട്ട് രണ്ടിനെ അനക്കൊന്ന് കാണാനായിട്ട് നേരത്തെ സോയനെ കുലുക്കിയതുപോലെ അവരെ കുലുക്കിയപ്പോൾ രണ്ടും കൂടെ എന്നെ വല്ലാത്ത മട്ടിൽ നോക്കുന്നുണ്ട്. ഐറ, ഞങ്ങൾ ഈ കേട്ടതൊക്കെ സത്യാണോ? എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലാമി: അതെ അതെ, വേറെ ആരെങ്കിലും ആയിരുന്നു വിശ്വസിച്ചേനെ. സോഹൻ നിന്റെ കിസ് അടിച്ചെന്ന് കേട്ടപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ ബോധം കേടുന്ന എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് പെണ്ണതാ ബെഡിൽ മലന്നടി. അതൊക്കെ പോട്ടെ ഐറ, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഹീറോയുടെ ഫസ്റ്റ് കിസ്? ഞങ്ങൾക്കൊന്നും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. രണ്ടു കാലം ബെഡിൽ മടക്കി വെച്ച് എന്റെ അടുത്തേക്ക് നിരങ്ങിയിരുന്നോണ്ട് ലാമി ചോദിച്ചപ്പോൾ ഷാദിയും കൊട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് താടിക്ക് കയ്യും വെച്ച് കേൾക്കാൻ റെഡിയായിരിക്കുന്ന കണ്ട് ഞാൻ രണ്ടിനും നല്ല പെട വെച്ചു കൊടുത്തു. തെണ്ടികളെ, എന്റെ ചുണ്ടിന്റെ കോല അമ്മമാര് കാണാതിരിക്കാൻ ഒരു വഴി പറഞ്ഞത് വരാം. നിങ്ങൾക്കൊക്കെ എന്റെ ഫീലിങ്സ് അറിയണം അല്ലേ എന്ന് പറഞ്ഞപ്പോൾ രണ്ടിനെയും തുറിച്ചു നോക്കിയപ്പോൾ അതോർത്ത് നീ ബേജാറാവണ്ട പോലെ, അതിനുള്ള വഴിക്ക് ഞാൻ പറഞ്ഞുതരാം എന്ന് ഷാദി പറഞ്ഞപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ഹാ, നിനക്കറിയല്ലോ, ഇതിനുമ്പ് ഒരുപാട് ഫ്രണ്ട്സ് അടിച്ച് ഞങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊനിഷ്ഠ പരിപാടി കാണിച്ചിട്ട് നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ എന്ന് ലാമി പറഞ്ഞപ്പോൾ ഷാദി ഇല്ലാത്ത നാണമൊക്കെ ഉണ്ടാക്കി പോ അവിടുന്ന് എന്ന് പറഞ്ഞ് മുഖംപത്തി കളിക്കുകയാണ്. അയ്യട, അവളുടെ ഒരു നാണം. ഞങ്ങൾ രണ്ടും അവളെ നോക്കി കോറസ് പാടി. പിന്നെ ഷാദി എന്നെയും കൂട്ടി മിററിന്റെ മുമ്പിൽ പോയി അവളുടെ മേക്കപ്പിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് കുറെ നേരം തേക്കും എനിക്കൊക്കെ ചെയ്തിട്ട് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് മാറിയിരുന്നപ്പോൾ ഞാൻ മിററിലൂടെ എന്റെ ലിപ്പിലേക്ക് നോക്കി. വാവ്,
എന്റെ ചുണ്ടിലൊരു അടയാളവും കാണാനില്ല. എന്റെ ചുണ്ടിന്റെ കളറിന് മാച്ചായ എന്തൊക്കെയോ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് അവൾ എന്റെ ചുണ്ടിനെ പഴയ പോലെ ആക്കിയത്. അതിശയം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത് അറിയുന്ന പോലും ഇല്ല. വാ മോളെ ഷാദി, നീ പൊളിയാടി. നിനക്ക് ഈ പണി മതിയാക്കി വല്ല മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് പോയിക്കൂടെ എന്നവളെ പൊക്കിയടിച്ചപ്പോൾ ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ അവൾ കോളർ പൊക്കി കാണിച്ചു. മതി മതി, അവന്മാരൊന്നും പോയിട്ടില്ല, ഇനി നമുക്ക് അവിടെ അടുത്ത് പോയി കത്തിയടിക്കാം എന്ന് ലാമി പറഞ്ഞപ്പോൾ ഷാദി ചാടി എഴുന്നേറ്റു. അവൾക്ക് പിന്നെ അവിടെ ക്ഷീയമുള്ളതുകൊണ്ട് ഇവിടെ ഇരിപ്പുറക്കില്ലല്ലോ. പക്ഷെ എനിക്ക് അവിടെ സോണിന്റെ അവനെങ്ങനെ ഫേസ് ചെയ്യുന്ന ആലോചിച്ചിട്ടായിരുന്നു ടെൻഷൻ. അവറ്റകൾ രണ്ടും കൂടി എന്നെ വലിച്ചുകൊണ്ട് ഡോറിന്റെ അടുത്തുണ്ടായി ഡോറൊന്നും അവിടുത്തെ കാഴ്ച കണ്ട് ഞങ്ങൾ 3 പേര് ഒരുമിച്ച് വാവ് എന്ന് പറഞ്ഞു. നേരത്തെ ഞങ്ങൾ പോയ കോലത്തിലല്ല ഹാളിപ്പോൾ ഉള്ളത്. മുഴുവൻ ഇരുട്ട് പടർന്നിട്ടുണ്ടെങ്കിലും വാളിലൊക്കെ കുഞ്ഞു കുഞ്ഞു കളർ ലൈറ്റ്സ് തൂക്കിയിട്ടുണ്ട്. ഫ്ലോറിൽ കുഞ്ഞു കുഞ്ഞു പലകയുടെ നീളമുള്ള കുഞ്ഞു ടേബിൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ 2 സൈഡിലായി ഇരിപ്പിടവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേബിളിന് മുകളിൽ ബ്ലാക്ക് കളർ ഷീറ്റ് വിരിച്ചിട്ട് കുറച്ച് കാൻഡിൽസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മൊഞ്ചിന് വേണ്ടി ഫ്ലവേഴ്സും പിന്നെ എന്തോ ഡ്രിങ്ക്സും സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാൻഡിൽസിന്റെയും ചുമലിൽ തൂക്കിയിട്ടുള്ള ലൈറ്റ്സിന്റെയും വെളിച്ചത്തിൽ ഇതൊക്കെ കണ്ടപ്പോൾ കാൻഡിൽ ലൈറ്റ് ഡിന്നറുള്ള സെറ്റപ്പാണെന്ന് മനസ്സിലായി. ബട്ട് സഡനായി ഇങ്ങനെ ഒരു സർപ്രൈസ് പ്ലാനൊക്കെ എന്തിനാന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ 2 സൈഡിൽ നിന്ന് എന്തൊക്കെയോ പൊട്ടുന്ന ശബ്ദം കേട്ടതും ഞാൻ പേടിച്ചുകൊണ്ട് ഉമ്മച്ചിയെ നിലവിളിച്ചപ്പോൾ എന്റെ 2 സൈഡിലെ കുരുപ്പുകൾ ഹലാക്കിലെ കിണി. എന്തിനാണ് മക്കൾ കിണിക്കുന്നത്? അല്ല, നിങ്ങൾക്ക് ആ ശബ്ദം ഒന്നും കേട്ടില്ലേ എന്ന് ഞാൻ പറഞ്ഞു തീർക്കുമ്പോൾ വീണ്ടും അത് ആ ശബ്ദം. പക്ഷെ ഇപ്പൊ എന്റെ മുന്നിലൂടെ എന്തൊക്കെയോ പാറി പറക്കുന്നുണ്ട്. അതെന്താണെന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴേക്കും കാതടിപ്പിക്കുന്ന ശബ്ദത്തോടു കൂടി എന്റെ 2 സൈഡിൽ നിന്നും ഹാപ്പി ബർത്ത്ഡേ ഐറ എന്ന് ആരെങ്കിലും വിളിച്ചു പോകുന്നതോടുകൂടി ഹാളിൽ മുഴുവൻ ലൈറ്റ് ഓൺ ആയതും വീണ്ടും 2 സൈഡിൽ നിന്നും പാർട്ടി പേപ്പർ പൊട്ടിയതും ഇത്രയും നേരം പൊട്ടിയതും വായുവിലൂടെ പാറിക്കളിച്ചൊക്കെ ഈ സാധനമാണെന്ന് മനസ്സിലായി. ഇന്നായിരുന്നോ എന്റെ ബർത്ത്ഡേ? ആർക്കറിയാം, അല്ലെങ്കിൽ ഞാനിപ്പോ അതൊന്നും ഓർത്തു വെക്കാറില്ല. ഹാപ്പി ബർത്ത്ഡേ മൈ ഗേൾ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് ലാമിയും ഷാദിന്റെ 2 സൈഡിൽ നിന്ന് ഇറക്കി പിടിച്ചപ്പോൾ ഞാൻ പ്രതികരണമൊന്നുമില്ലാതെ അങ്ങനെ തന്നെ നിന്നു. പിന്നെ റൈസിയും അജുവും ഷിയൊക്കെ എനിക്ക് കൈ തന്ന് വിഷ് ചെയ്തപ്പോൾ റോഷ മാത്രം ഇന്നായിരുന്നല്ലേ ആ ദുരന്ത ദിനം, ഹാപ്പി ജനിച്ചോസം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിട്ട് വീണ്ടും പാർട്ടി പേപ്പർ പൊട്ടിച്ചപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. എല്ലാവരും എന്നെ വിഷ് ചെയ്തിട്ടും സോ മാത്രം ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന് മട്ടിൽ മാറി നിൽക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഞാൻ എന്നൊരാൾ ഇവിടെ പന പോലെ നിൽക്കുന്ന പോലും കാണാത്ത മട്ടില്ല അവനെ നിൽക്കും. അപ്പൊ പിന്നെ ഞാനായിട്ട് എന്തിനാ മൈൻഡ് നിന്ന് ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ വേറെ ഏതോ കോണിലേക്ക് നോക്കി നിന്നു. അപ്പോഴാണ് ഞാനത് കണ്ടത്. ഹാളിന്റെ ഒരു സൈഡിലായി ടേബിൾ വലിയൊരു കേക്കും അതിന് ചുറ്റും നിരത്തി വെച്ചിരിക്കുന്ന സ്വീറ്റ്സും കപ്പ് കേക്കും ചോക്ലേറ്റ്സും ഡോണറ്റ്സും അങ്ങനെ എന്തൊക്കെയായി ടേബിൾ നിറച്ചിരിക്കുന്നു. അതിന് പിറകിൽ സിമ്പിളായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മതി വെള്ളറക്കിയത്, മതി വെള്ളറക്കിയത്, അതൊക്കെ നിനക്ക് തന്നെ ഉള്ള പെണ്ണെ എന്നെന്റെ തലക്കൊരു കൊട്ടെന്നോട് ലാമി പറഞ്ഞപ്പോൾ ഞാൻ തല ഒഴിഞ്ഞുകൊണ്ട് അവളെ തുറിച്ചു നോക്കി. ഹലോ ഹലോ ഹായ് ഗേൾസ് ആൻഡ് ബോയ്സ് ലിസൺ ഹിയർ. ടേബിൾ മുമ്പിൽ നിന്നിട്ട് വയർലെസ് മൈക്ക് എടുത്ത് അതിലേക്ക് 4 കൊട്ട് കൊട്ടിയിട്ട് അച്ചു എല്ലാവരുടെയും അറ്റൻഷൻ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. On this day, a beautiful girl was born with extra talent and craziness. പൊളിചേർത്ത് ട്രാക്ക് മാറ്റും, ഞങ്ങളൊക്കെ മലയാളികളാണ്. അജു എന്നെ പൊഴുത്തിക്കൊണ്ട് എന്തൊക്കെയോ വായി തോന്നിയൊക്കെ ഇംഗ്ലീഷിൽ വിളിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ റോഷി ഇടയിൽ കയറി അടിച്ച ഡയലോഗ് കേട്ട് ഞങ്ങളൊക്കെ ചിരിച്ചു. ഓ സോറി, ഞാൻ ആ ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഐറാമിൻ എന്ന നമ്മുടെ ഐറയുടെ പിറന്നാൾ ദിവസമാണിന്ന്. അവളെക്കുറിച്ച് പറയാൻ ഒരുപാടുള്ളതുകൊണ്ട് അതൊക്കെ ക്ഷമയോടെ കേട്ടിരിക്കാൻ പറ്റില്ലെന്ന് ഈ ടേബിളിലുള്ള കേക്കിനെയും വായി നോക്കി നിൽക്കുന്ന റോഷനെ കണ്ടപ്പോൾ മനസ്സിലായതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി വലിക്കാതെ നമ്മുടെ ബർത്ത്ഡേ ഗേളിന് കേക്ക് കട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. റോഷ അവനിട്ട് താങ്ങിയിട്ട് തിരിച്ച് ഡോസ് കൊടുത്തോണ്ട് അവനെന്നെ കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചപ്പോൾ എന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നൊക്കെ ഞാൻ എന്നെ നിർത്തിയതാ. ഐറ കമോൺ എന്ന് അജു വിളിച്ചു പറഞ്ഞപ്പോൾ ആ ടേബിളിൽ ചുറ്റും ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ മെല്ലെ അങ്ങോട്ടേക്ക് നടന്നു. ലാമിയും ഷാദിയും കൂടി എന്നെ കേക്കിന് മുമ്പിൽ നിർത്തിയിട്ട് എന്റെ 2 സൈഡ് നിന്നപ്പോൾ ബാക്കിയുള്ളവർ എന്റെ ചുറ്റിലും നിന്നു. ഇതാ മുറിക്ക് എന്ന് പറഞ്ഞ് ഷാദിന്റെ കയ്യിൽ നൈഫ് തന്നപ്പോൾ വിറക്കുന്ന കൈയോടെ ഞാനത് വാങ്ങിയിട്ട് കേക്കിലേക്കും നൈഫിലേക്കും മാറി മാറി നോക്കിയിട്ട് അവരെയൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും മുറിക്കെന്ന് പറയുന്നുണ്ടെങ്കിൽ സോ മാത്രം എന്നെ വിടാതെ നോക്കുന്നുണ്ട്. സോയെ നോക്കി വിളറിയൊരു ചിരിയിച്ച് ഞാൻ കത്തിയും കൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ പോയെങ്കിലും എന്റെ കൈയൊക്കെ ആകെ വിറക്കാൻ തുടങ്ങി. അതാ 1 മിനിറ്റ് എന്ന് അജു വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ എന്തെന്ന മട്ടിൽ അവരെ നോക്കി. അപ്പോൾ അവരെനിക്ക് നേരെ ഫോൺ നീട്ടിയപ്പോൾ ഞാൻ എന്തിനായെന്ന മട്ടിൽ അവരെ നോക്കിയപ്പോൾ ഡിസ്പ്ലേയിലേക്ക് നോക്കിയെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് എന്റെ കയ്യിൽ ഫോൺ വെച്ചപ്പോൾ ഞാൻ ഡിസ്പ്ലേയിലേക്ക് നോക്കി. ഹാപ്പി ബർത്ത്ഡേ മീ എന്ന് എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്ന കാക്കുനെ കണ്ടത് എന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ എല്ലാവരെയും നോക്കി എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് കുറച്ച് മാറിയിരുന്നു. ഇവ വീതിമ്പിക്കൊണ്ട് അവനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ എന്നെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് കണ്ണ് 2 ഇറുക്കി കാണിച്ചിട്ട് ഡോൺ ക്രൈ എന്ന് മന്ത്രിച്ചു. അവനറിയാം ഞാൻ അവനെ ഇവ എന്ന് വിളിക്കുന്നത് എന്റെ മനസ്സ് വിഷമിക്കുമ്പോഴാണെന്ന്.
എമി മൈ ഗേൾ, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്. സോ കഴിഞ്ഞൊക്കെ ആലോചിച്ച് ഇങ്ങനെ ശോകം അടിച്ച് നിൽക്കാതെ ജസ്റ്റ് ലീവ് ഇൻ യുവർ പ്രസന്റ് മൈ ഗേൾ എന്നവൻ പറഞ്ഞപ്പോൾ ഞാൻ അവനെ നോക്കിയത് ചിരിച്ചെന്ന് വരുത്തി. അപ്പൊ നീയാണോ എന്റെ ബർത്ത്ഡേ ആണെന്ന് ഇവരൊക്കെ അറിയിച്ചത്? അതേലോ. എന്തിന്? എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്ക് അറിയുന്നതല്ലേ? അറിയാം, പക്ഷെ ഇനി നീ പഴയതൊക്കെ ആലോചിച്ച് നിന്റെ ലൈഫിൽ നല്ല മൊമെന്റ്സ് സ്പോയിൽ ഉണ്ടെന്ന് വിചാരിച്ച് അത് ഞാനെന്റെ ലൈഫ് അടിച്ചു പൊളിക്കുന്നില്ല നിന്നോടാരാ പറഞ്ഞ്? അപ്പൊ നിന്റെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കുന്നത് യാതൊരു പ്രശ്നവുമില്ല. മോളെല്ലാം തെളിച്ചെന്തോല്ല എമിയെ. ഞാൻ ഓക്കെയാണ്. എന്നാലേ നല്ല കുട്ടിയായിട്ട് പോയി കേക്ക് മുറിച്ച്. ഓക്കെ ബ്രോ. പിന്നെ എന്റെ പെണ്ണിനോട് എന്റെ അന്വേഷണം പറഞ്ഞേക്ക്. ഓ ശരി മുതലാളി. ഓക്കെ അപ്പൊ നിന്റെ ഗിഫ്റ്റോ? അതൊക്കെ എത്തിക്കോളൂ. നീ പോയി കേക്ക് മുറിക്കും. അവർക്ക് വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് കുറെ നേരമായില്ലേ. ഓക്കെ ബൈ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഞാൻ ഔട്ട് അടുത്തേക്ക് ചെന്നു. ഓയ് ഒന്ന് പെട്ടെന്ന് മുറിക്കണ്ടായിരാ, ഞങ്ങളൊക്കെ വായിൽ വെള്ളർക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേ. റോഷ എന്നെ കണ്ടപാടെ കേക്ക് മുറിക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് അജുവിന്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് നൈഫ് എടുത്ത് മുറിക്കാൻ ഒരുങ്ങുമ്പോൾ സോയ ഒരു നോട്ടം നോക്കി. അപ്പോഴവൻ എന്നെ യാതൊരു ഭാവമാറ്റമില്ലാതെ വിടാതെ നോക്കി നിന്നുമല്ലാതെ ഒരക്ഷരം മിണ്ടുന്നില്ല. ഹൈഷ്, ഈ ചെക്കനെന്താ ഇങ്ങനെ? ഒന്ന് വിഷ് ചെയ്തതെന്താ? വായിൽ നിന്ന് മുത്തും വഴിയൊക്കെ കൊഴിഞ്ഞു പോവോ? നോക്കിക്കോ, നീ എന്നെ വിഷ് ചെയ്യാതെ ഞാൻ നിന്നോട് മിണ്ടാൻ വരികണം. കൊരങ്ങ. അവരെ നോക്കി മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ത്രീ യു, ഹാപ്പി ബർത്ത്ഡേ ഫോർ യു ഐറ. റോഷയും അജും കൂടി കോറസ് പാടി. അവറ്റകൾ രണ്ടും ഒരേ വൈബാണ്. റോഷ ഓടി വന്നൊരു പീസ് കേക്ക് എടുത്ത് എനിക്ക് നീട്ടിയത് ഞാൻ വായ തോന്നപ്പോൾ അവൻ അവന്റെ വായിലേക്ക് തന്നെ ആ പീസ് കേക്ക് ഇട്ടപ്പോൾ ഞാൻ പ്ലിങ്ങിയത് കണ്ട് എല്ലാവരും ഓരിയിട്ട് എന്നെ കളിയാക്കി. അതിന് ഞാൻ മോന്ത ചുളുക്കി കുട്ടികളെ പോലെ ചേറിൽ പിണങ്ങിയിരുന്നു. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് വന്ന് എനിക്ക് കേക്ക് നീട്ടിയപ്പോൾ ഞാൻ മുഖം തിരിച്ചു. കേക്ക് വേണമെങ്കിൽ ജാട കാണിക്കാതെ വാതർന്നു. ഇല്ല, നിനക്ക് ഇതിന്റെ പൊടി പോലും കാണില്ല എന്ന ഒറ്റകൾ പറഞ്ഞപ്പോൾ ഞാൻ ആയുധം നീട്ടി വായ പിളർത്തിയത് എല്ലാം കൂടി എന്റെ വായിലേക്ക് കേക്ക് തള്ളിക്കയറ്റി. ഞാൻ കണ്ണും തള്ളി അവരെ നോക്കിയപ്പോൾ അവരെല്ലാം എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട്. അതൊക്കെ ഇറക്കാൻ ഞാൻ കഷ്ടപ്പെടുന്ന കണ്ട് അവർക്ക് ഓരോ കമന്റൊക്കെ ഇട്ട് കളിയാക്കി ചിരിക്കുന്ന തിരക്കിലാണ്. ആ ഹിറ്റ്ലർക്കൊപ്പം മാത്രം കയ്യും കെട്ടിന്ന് കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കുക. ഇനി ബർത്ത്ഡേ കേൾ തന്നെ എല്ലാവർക്കും കേക്ക് വിതരണം ചെയ്തേ എന്ന് റേസ് പറഞ്ഞപ്പോൾ ഞാനൊരു ട്രെയിൽ കുറച്ച് കേക്ക് പീസ് എടുത്തു വെച്ച് ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ഓരോ ആൾക്കാരും എനിക്ക് ഓരോ ഗിഫ്റ്റ് ബോക്സ് ഇരുന്ന് കണ്ട് എനിക്ക് കേക്ക് വിതരണം ചെയ്യാൻ ഇൻട്രസ്റ്റ് കൂടി വന്നു. അജു എനിക്ക് 2 ഗിഫ്റ്റ് ബോക്സ് തന്നിട്ട് അതിലൊന്ന് കാക്കുവിൻ്റെ ആണെന്ന് പറഞ്ഞു. ഞാൻ പുഞ്ചിരിയോടെ സ്വീകരിച്ചിട്ട് ടേബിൾ എടുത്ത് വെച്ച്. പിന്നെ ലാമിയും ഷാദിയും കൂടി എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ നിങ്ങൾക്ക് എന്റെ ബർത്ത്ഡേ ആണ് നേരത്തെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അറിയാമായിരുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങാതെ അകത്ത് പിടിച്ചെത്താൻ വേണ്ടി ഈവന്മാരൊക്കെ കൂടി അവർ അകത്തേക്ക് അയച്ചാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടി വെൽ പ്ലാൻഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ട് ഗിഫ്റ്റ് വാങ്ങി അവസാനം സോയുടെ അടുത്ത് എത്തിയപ്പോൾ എല്ലാവരും ഞങ്ങൾ ആകാംക്ഷയോടെ നോക്കി നിന്നു. എന്റെ ഹാർട്ടാണ് അവന്റെ അടുത്ത് എത്താൻ കാത്തുനിന്ന പോലെ DJ കളിക്കാൻ തുടങ്ങി. ഞാൻ അവന് നേരെ കേക്ക് ട്രൈ നീട്ടിയപ്പോൾ അവൻ എന്നെ തന്നെ നോക്കിക്കൊണ്ട് അതിൽ നിന്നൊരു പീസ് എടുത്തൊരു കൂസലില്ലാതെ കഴിച്ചു. കൊള്ള ഹംക്ക്, വിഷ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റും ഇല്ല, പൂത്ത ക്യാഷ് ഉണ്ടല്ലോ, എന്നിട്ട് ഗിഫ്റ്റ് വാങ്ങി തരാൻ പോലും കഴിയില്ല, പിശിക്ക മമ്മാരി എന്നൊക്കെ അവന്റെ മനസ്സിൽ പ്രായിക്കൊണ്ട് ഞാൻ ആ ട്രെയിൻ കൊണ്ട് തിരിച്ചു പോയപ്പോൾ എല്ലാവരും അവനോട് ഗിഫ്റ്റ് കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചു കേട്ടപ്പോൾ ഇപ്പോഴെങ്കിലും അവനെ തിരുവാൻ തുറന്നാലോ എന്നേര് തിരിഞ്ഞു നോക്കാതെ തന്നെ അവന്റെ മറുപടി ഞാൻ കാതോർത്തു. ഏയ്, അവൾക്കുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ നേരത്തെ കൊടുത്തതാ എന്നവൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അതെന്ത് ഗിഫ്റ്റാണ്? ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ. റൈസി ആ അതൊക്കെ അവളോട് തന്നെ ചോദിച്ചു എന്ന് പറഞ്ഞ് അവന്റെ തലയിൽ വലിയൊരു ഭാരം കയറ്റി വെച്ച് തന്നിരിക്കുക. ഞാൻ അപ്പത്തിനെ ട്രേ ടേബിൾ വെച്ചിട്ട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ റൂമിലേക്ക് ഓടിപ്പോയി. കള്ളപ്പാക്രെ, എനിക്കിട്ട് പണിയൊന്നും കണ്ടില്ലേ. അവർക്ക് ഈ ടോപ്പിക്ക് മറക്കാൻ വേണ്ടി ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഓഫായി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ റെഡിയായി. എല്ലാവരും ഓരോ ഇരിപ്പിടത്തിന് സ്ഥാനം ഉറപ്പിച്ച് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വന്നല്ലോ വനമാല, വന്നല്ലോ വനമാല, വന്നല്ലോ വനമാല, വെള്ള വസ്ത്രങ്ങൾക്കു ചാര നൽകാൻ ലാലാ ലാലാ വനമാല. ഷിയ എന്നെ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ നോക്കി. ഞാൻ ജസ്റ്റ് അത് വാഷ്റൂം പോയി വന്നതാ. അതിന് നിന്നോട് ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചോ? നീ ടൈം വേസ്റ്റ് ചെയ്യാൻ വന്ന് ഫുഡ് കഴിച്ചേ എന്ന് ലാമി പറഞ്ഞപ്പോൾ ഞാൻ അവളെ കണ്ണുറപ്പിച്ച് നോക്കിയിട്ട് നിനക്ക് എന്താടി ഇത്ര ആക്രാന്ന്? കുറച്ച് മുന്നേ ഡിന്നർ കഴിച്ച് എന്ന് ഞാൻ പറഞ്ഞു. ഡിന്നറോ? എപ്പോ? കഴിക്കാതിരുന്ന ഞങ്ങൾ യുവമാരൊക്കെ കൂടി നിന്റെ അടുത്ത് പറഞ്ഞു വെച്ചാ മനുഷ്യനോട് വിശന്ന് കോട്ടയിൽ കരിയാൻ തുടങ്ങി. പോയി എവിടെയെങ്കിലും ഇരിക്കു വേണേ എന്ന് ഷാദി വിളിച്ചു പോയപ്പോഴാണ് ഞാൻ അവരിരുന്ന് ഓർഡർ ശ്രദ്ധിച്ചത്. ഓരോ ടേബിൾ മുമ്പിൽ 2 ആൾക്കാർ വീതമാണ് ഇരുന്നിരുന്നത്. ഷാദിയും ഷിയയും അജു റോഷനും റൈസിയും ലാമിയും. ചുരുക്കി പറഞ്ഞ് ഞാനിരിക്കേണ്ട സോന്റെ അടുത്താണെന്ന്. ഓരോ ടേബിൾസും കുറച്ച് ഡിസ്റ്റൻസിലുള്ളതുകൊണ്ട് അവന്റെ അടുത്തിരിക്കാൻ എനിക്കൊരു മടി പോലെ. വേറൊന്നുമില്ല, നേരത്തെ കാലത്ത് അവന്റെ അടുത്തുനിന്ന് കിട്ടിയ പോസിന്റെ ഓർമ്മ ഉള്ളതുകൊണ്ട് അവന്റെ ഓപ്പോസിറ്റ് ആയിരിക്കാൻ എന്തോ മാതിരി ആവുക.
അതുമില്ല, ആ കോപ്പർ എനിക്ക് വിഷു ചെയ്തിട്ടുള്ള ഗിഫ്റ്റ് തന്നിട്ടില്ല. ഞാൻ അവനോട് കട്ടീസാ. സ്വപ്നം കാണാതെ ഇരിക്കടി ബർത്ത്ഡേ കേളെ എന്ന് റോഷ ഒച്ച വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയിരുന്നു. നല്ല സോഫ്റ്റ് പില്ലോ പോലുള്ള ഇരിപ്പിടമാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഞാൻ ചമ്രം പടിഞ്ഞിരുന്നു. എൻ്റെ ഓപ്പോസിറ്റ് സോ ആയതുകൊണ്ട് ഞാൻ അവനെ നോക്കാൻ പോലും നിന്നില്ല. പലകൊക്കെ നല്ല വീതിയുള്ളതുകൊണ്ട് ശരിക്കും ഫുഡ് കഴിക്കാൻ പറ്റും. സോ ഗൈസ്, ചിയേഴ്സ് ടു ഐറാസ് ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞ് അജു ഡ്രിങ്കിന്റെ ഗ്ലാസ് മുകളിലേക്ക് പൊക്കി പിടിച്ചപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ഗ്ലാസ് മുകളിലേക്ക് പൊക്കി പിടിച്ച് ചിയേഴ്സ് എന്ന് ഉറക്കെ അലറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.